റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. യുദ്ധതന്ത്രങ്ങൾ മാറ്റിക്കൊണ്ട് പുതിയൊരു പടയൊരുക്കത്തിന് ഇറങ്ങുകയാണവർ. ആദ്യം അവർ ഹൈബ്രിഡ് യുദ്ധരീതിയാണ് ഇറക്കിയതെങ്കിൽ ഇപ്പോൾ പുതിന്റെ തലയിൽ ഉദിച്ചിരിക്കുന്നത് ഗ്രേ സോൺ യുദ്ധമുറയാണ്. ഒരു ആണവ യുദ്ധം പ്രതീക്ഷിച്ചവർക്കിടയിൽ നിലവിൽ പുതിൻ ഇത്തരത്തിലൊരു യുദ്ധതന്ത്രം ഇറക്കുമ്പോൾ എതിർച്ചയിൽ ഇരിക്കുന്നവരും വെറുതെ ഇരിക്കാൻ ഉദ്ദേശവുമില്ല. അതെ, അവരും പുതിയ അടവുകളുമായി ഇറങ്ങുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പുതിന്റെ പടയോട് പൊരുതി നിൽക്കുവാനാകാതെ തളർന്നു പോയപ്പോൾ ഇപ്പോഴിതാ പുതിയൊരു സഖ്യത്തിന് രൂപം കൊടുക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ. റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ഒരുപാട് പുതിയ അപ്ഡേറ്റ്സ് വരുന്നുണ്ടെങ്കിലും ഈ ഒരു വാർത്ത നൽകുന്ന ആശങ്ക ചെറുതൊന്നുമല്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങളെ ഒരു ഉഗ്രൻ പാഠം പഠിപ്പിക്കുവാൻ പുതിൻ സ്വീകരിക്കുന്ന മാർഗം വീണ്ടും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. എന്താണ് ആ വാർത്ത എന്നല്ലേ പുതിന്റെ പുതിയ നയം? അതിന്റെ പേരാണ് ഗ്രേ സോൺ വാർ. എന്താണത്? എന്തിനാണ് ഇത് കേട്ട് യൂറോപ്യൻ ശക്തികൾ പേടിച്ച് നിലവിളിക്കുന്നത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. പുതിന്റെ നേതൃത്വത്തിൽ റഷ്യയുടെ പുതിയ യുദ്ധമുറ, അതിനോട് കിടപിടിക്കുവാനോ അല്ലെങ്കിൽ പൊരുതി നിൽക്കുവാനോ കഴിയാതെ അവശരായി പോയ ഉക്രൈൻ സഖ്യവും, അതിന്റെ പരിണിതഫലം എന്നോണം എന്തൊക്കെ പയറ്റിയിട്ടും തെളിയാത്തത് കൊണ്ടാവണം ഇന്നവർ പുതിയ സഖ്യത്തിന് രൂപം നൽകിയത്. ഇങ്ങനെയാണ് പല നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. ഇതുവരെയുള്ള യുദ്ധത്തിൽ സാധാരണക്കാരുടെ സ്വത്തിനും ജീവനും ഭംഗം വരുത്തിക്കൊണ്ടുള്ള യുദ്ധത്തിന് പുതിന് ആദ്യമേ താല്പര്യമില്ലായിരുന്നു. അത്തരത്തിലായിരുന്നു എല്ലാം നടന്നത്. അതിനാൽ എതിരാളികൾ പ്രകോപിപ്പിച്ചില്ല എങ്കിൽ നയതന്ത്രപരമായ യുദ്ധമുറയായിരിക്കും പുതിൻ സ്വീകരിക്കുക. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ പുതിയ സഖ്യത്തെ ഒന്നറിയാം. MI6 മുൻ മേധാവി, അതായത് UK സീക്രട്ട് ഇന്റലിജൻസ് സർവീസാണ് ഈ MI6 എന്ന് പറയുന്നത്. അതിന്റെ മുൻ മേധാവിയായ റിച്ചാർഡ് ഡിയർലോ റഷ്യയുമായുള്ള UK സംഘർഷത്തെക്കുറിച്ച് നൽകിയ മുന്നറിയിപ്പാണ് നിലവിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം യുദ്ധത്തെ വീണ്ടും കലുഷിതമാക്കുന്ന തരത്തിലാണ്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ നമുക്ക് ഒരു യഥാർത്ഥ യുദ്ധമായി കണക്കാക്കാം. ഈ ഒരാഴ്ച തന്നെ ആദ്യം റഷ്യ ഡസൻ കണക്കിന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യൻ ഭരണകൂടത്തിനെതിരെ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നാറ്റോ, യൂറോപ്യൻ യൂണിയൻ, മറ്റ് സൗഹൃദ രാജ്യങ്ങൾ എന്നിവരുമായി കൂടുതൽ കൂടിക്കാഴ്ചകൾ നടത്താനും അതുപോലെ തന്നെ റഷ്യക്കെതിരെ പുതിയ കൂട്ടുകെട്ട് ഉറപ്പാക്കാനുമുള്ള നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉക്രൈനെ സൈനികവും സാമ്പത്തികവുമായി ശക്തിപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ പ്രവർത്തനങ്ങൾ പുതിനെ കൂടുതൽ പ്രതികാര നടപടിയിലേക്ക് നയിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ഇപ്പോൾ റഷ്യ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈനിക സംഘടനമല്ല, മറിച്ചതൊരു ഹൈബ്രിഡ് രീതിയാണ്. വാസ്തവത്തിൽ റഷ്യയുടെ പുതിയ യുദ്ധരീതിയിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭയന്നിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. റഷ്യ ഒരു യഥാർത്ഥ സൈനിക സംഘർഷം നടത്തിയിട്ടേയില്ല, മറിച്ച് ഹൈബ്രിഡ് യുദ്ധം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയെ വ്യക്തമാക്കിയിട്ട് ഡിയർലോ പറയുന്നത്. അട്ടിമറിയായി കരുതുന്ന നിരവധി പ്രവർത്തനങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2022 നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ ആക്രമണം പാശ്ചാത്യ പങ്കാളിത്തം ആരോപണ വിധേയമായ ഒരു സംഭവമാണ്. നോർഡ് സ്ട്രീം ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും യഥാർത്ഥ വസ്തുത ലഭ്യമായിട്ടുമില്ല. ബ്രിട്ടനും അമേരിക്കയും പ്രത്യക്ഷമായും പൈപ്പ് ലൈൻ തകർക്കാൻ ഉത്തരവാദികളാണെന്ന് റഷ്യ ആരോപിക്കുന്നു. എന്നാൽ റഷ്യയാണ് പൈപ്പ് ലൈൻ തകർത്തതെന്ന് ചില പാശ്ചാത്യ രാജ്യങ്ങളും പറയുന്നുണ്ട്. റഷ്യയെ പേടിച്ച് ബ്രിട്ടനും മറ്റ് നാറ്റോ സഖ്യ രാജ്യങ്ങളും ഇപ്പോൾ ഹൈബ്രിഡ് തന്ത്രങ്ങളെ നേരിടാൻ സമഗ്രമായ പദ്ധതികൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നാണ് ഡിയർലോവിന്റെ മുന്നറിയിപ്പ്. റഷ്യയുടെ ഹൈബ്രിഡ് തന്ത്രങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ ആഭ്യന്തര സുരക്ഷയ്ക്കും നയതന്ത്ര ബന്ധങ്ങൾക്കും വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ സഖ്യങ്ങൾ റഷ്യയുടെ സൈബർ പ്രവർത്തനങ്ങളോട് കരുതലോട് പ്രതികരിക്കേണ്ടതുണ്ടെന്നും ഡിയർലോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം യുക്രൈനിനുള്ള പാശ്ചാത്യ സൈനിക സഹായം അത് യഥാർത്ഥത്തിൽ റഷ്യക്കെതിരെയുള്ള പ്രവർത്തനത്തിന് തുല്യമാണെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയോ ഉക്രൈനോ മാത്രമല്ല തങ്ങളുടെ എതിരാളികളെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ചലഞ്ചർ 2 ടാങ്കുകളും മറ്റു തരത്തിലുള്ള ഹെവി ആയുധങ്ങളും യുക്രൈന് വിതരണം ചെയ്ത ബ്രിട്ടൻ ഇപ്പോൾ റഷ്യയുടെ ഭീഷണിക്ക് മുന്നിൽ വിറച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ സർക്കാർ അടുത്തിടെ അധിക ആംഗ്ലോ ഫ്രഞ്ച് സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകൾ ഉക്രൈനിലേക്ക് എത്തിച്ചു എന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടൻ മാത്രമല്ല ഫ്രാൻസും റഷ്യയുടെ ശത്രുവായി മാറുമെന്നത് തീർച്ചയാണ്. റഷ്യൻ മണ്ണിലെ ഇത്തരം ആക്രമണങ്ങൾക്ക് റഷ്യ തിരിച്ചടിക്കുമെന്ന് പുതിൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് റിച്ചാർഡ് ഡിയർലോ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഉക്രൈനിലേക്ക് റഷ്യ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും തുടർന്നുള്ള ആണവാക്രമണങ്ങൾക്ക് സാധ്യതയില്ല
സാധ്യതയില്ലെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അമേരിക്കൻ ഇന്റലിജൻസ്. റഷ്യയിലേക്ക് അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ഉക്രൈന് ആക്രമണം നടത്താമെന്ന അമേരിക്കയുടെ തീരുമാനം ആണവ ആക്രമണത്തിന്റെ സാധ്യത വർദ്ധിപ്പിച്ചിട്ടില്ലെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വകുപ്പിന്റെ നിഗമനം. എന്നാൽ ഉക്രൈന് ലഭിക്കുന്ന പിന്തുണയുടെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനായി റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ അട്ടിമറി പ്രചാരണം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 7 മാസത്തെ അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തലുകൾ അനുസരിച്ചിട്ടാണ് റഷ്യ കൂടുതൽ ആക്രമണങ്ങൾക്ക് മുതിരില്ലെന്ന വിലയിരുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം യുദ്ധത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ആശങ്കകൾ നിലനിൽക്കുമ്പോൾ റഷ്യയുടെ നീക്കങ്ങൾ ശക്തമായ നിരീക്ഷണത്തിനും പ്രതികരണത്തിനും വിധേയമാകുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ആയുധങ്ങൾ സംബന്ധിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ നിലപാട് മാറ്റിയതിനെ തുടർന്ന് പുതിൻ തന്റെ തീരുമാനത്തിന് ചെറുതായി അയവ് വരുത്തിയെന്നാണ് സൂചനകൾ. കഴിഞ്ഞയാഴ്ച റഷ്യ വിക്ഷേപിച്ച ഒരു പുതിയ ബാലിസ്റ്റിക് മിസൈൽ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഒരു മുന്നറിയിപ്പിന് മാത്രം ഉദ്ദേശിച്ചതായി വിശകലന വിദഗ്ധർ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിൻ മറ്റൊരു ആണവാക്രമണത്തിന് തുനിയില്ലെന്നാണ് ഇവരുടെയൊക്കെ വാദം. റഷ്യയിലേക്ക് മിസൈൽ തൊടുത്തുവിട്ടാൽ പുതിൻ എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ കുറിച്ചുള്ള ആശങ്കകളും അനിശ്ചിതത്വവും അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നു. വൈറ്റ് ഹൗസ്, പെന്റഗൺ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുൾപ്പെടെയുള്ള വകുപ്പുകളിലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ റഷ്യ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുമെന്ന് ഭയന്നിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ. എന്നാൽ റഷ്യയിലേക്ക് ഉത്തര കൊറിയൻ സൈനികർ എത്തിയതോടെ ഭീതിയിലായ ബൈഡൻ ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ റഷ്യ തങ്ങളുടെ കൈവശമുള്ള ആണവായുധങ്ങൾ പുറത്തെടുക്കുമെന്ന ആശങ്കയിൽ തന്നെയാണ് അമേരിക്കയിലെയും സഖ്യരാജ്യങ്ങളിലെയും ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ. അതേസമയം റഷ്യ രഹസ്യ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായി പ്രതികരിക്കാനുള്ള സാധ്യത കുറച്ചുകൂടി ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതെ, ഇനി പടക്കളത്തിൽ മറ്റൊരു നീക്കത്തിനുള്ള പുറപ്പാടിലാണ് സാക്ഷാൽ പുതിന്റെ പടയാളികളെല്ലാം തന്നെ. ഇനി നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഉക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ റഷ്യ ഇപ്പോൾ തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ. പ്രധാനമായും അട്ടിമറിയിലും ഗ്രേ സോൺ യുദ്ധത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് പുതിന്റെ സഖ്യം. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ തന്റെ രഹസ്യാന്വേഷണ ശൃംഖലയെ ഉപയോഗിച്ച് പുതിയ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതായി സൂചനയുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലെ പൊതുജനങ്ങളെ പരിഭ്രാന്തിയിലാക്കാൻ വ്യാജ വാർത്തകളും പ്രചാരണങ്ങളും വ്യാപകമായി പ്രയോഗിക്കുന്നുണ്ട്. ഗ്രേ സോൺ യുദ്ധം എന്നാൽ എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? സാധാരണ യുദ്ധങ്ങൾക്കും പരമ്പരാഗത നയതന്ത്ര തർക്കങ്ങൾക്കും ഇടയിലുള്ള ചില പ്രവർത്തനങ്ങൾക്കുള്ള പ്രയോഗമാണിത്. റഷ്യയുടെ ഈ ഗ്രേ സോൺ യുദ്ധതന്ത്രത്തിൽ കാലിടറി വീണിരിക്കുകയാണ് അമേരിക്കയും സഖ്യകക്ഷികളും. ഗ്രേ സോൺ യുദ്ധം എന്നത് പരമ്പരാഗത യുദ്ധത്തിന്റെ പരിധിക്ക് താഴെയുള്ള പ്രവർത്തനങ്ങളാൽ സ്വഭാവ സവിശേഷതകളുള്ള ഒരു സംഘടന രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അവ്യക്തത, നിഷേധാത്മകത, നിർബന്ധം എന്നിവയിലൂടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണിത്. ഗ്രേ സോൺ യുദ്ധപ്രകാരം പരസ്യമായ ഒരു യുദ്ധത്തിൽ നേരിട്ട് ഏർപ്പെടാതെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എതിരാളികൾ സൈബർ ആക്രമണങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക ബലപ്രയോഗം, പ്രോക്സി സംഘർഷങ്ങൾ തുടങ്ങിയ തന്ത്രങ്ങളെല്ലാം ഇതിൽ ഉപയോഗിക്കുന്നു. അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും അതുപോലെ തന്നെ സ്ഥിരതയ്ക്കും കാര്യമായ വെല്ലുവിളികൾ ഉയർത്തി സമാധാനത്തിനും സംഘർഷത്തിനും ഇടയിലുള്ള അതിർവരമ്പുകൾ അത് മായ്ച്ചു കളയുന്നു. അതായത് പുതിൻ നേരിട്ടുള്ള യുദ്ധമുറകളായിരിക്കില്ല സ്വീകരിക്കുക എന്നതും അതുപോലെ തന്നെ ഒരു സൈബർ യുദ്ധമായിരിക്കും റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയെന്നും അമേരിക്കൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രധാനമായും അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സാമ്പത്തിക സംവിധാനങ്ങൾ ലക്ഷ്യമാക്കിയും അതുപോലെ തന്നെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചും റഷ്യ പണി കൊടുക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക ഭയപ്പെടുന്നത്. ജോർജ് ടൗൺ സർവകലാശാലയിലെ യൂറോപ്യൻ പഠന വിഭാഗത്തിന്റെ ഡയറക്ടർ ഏഞ്ചല സ്റ്റെന്റ് റഷ്യയുടെ ചതുരംഗ തന്ത്രങ്ങളിൽ ഹൈബ്രിഡ് പ്രതികാരത്തിന്റെ സാധ്യത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റഷ്യയുടെ ഹൈബ്രിഡ് യുദ്ധത്തിൽ തങ്ങളുടെ എതിരാളികൾക്കെതിരെയുള്ള സൈനിക ആക്രമണങ്ങൾക്കൊപ്പം തന്നെ സൈബർ ആക്രമണങ്ങൾ, വ്യാജ വിവര പ്രചാരണങ്ങൾ, തെളിവ് നശിപ്പിക്കൽ എന്നിവ കൂടി ഉൾപ്പെടുത്തുന്നു. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ളിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും അസ്ഥിരതയുണ്ടാക്കാൻ റഷ്യ ശ്രമിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അമേരിക്കയുടെ കണക്കനുസരിച്ച് ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യയിലേക്ക് 11,000-നും 12,000-നും ഇടയിൽ സൈനികർ എത്തിയെന്നാണ്. 2022 തുടക്കത്തിൽ റഷ്യ ഉക്രൈനെതിരായുള്ള സൈനിക നീക്കം ആരംഭിച്ചത് മുതൽ റഷ്യയുടെ ആണവായുധങ്ങളെക്കുറിച്ചുള്ള ഭയത്തിലായിരുന്നു അമേരിക്കൻ പ്രതിരോധ സേനയെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. വൈറ്റ് ഹൗസിലെയും പെന്റഗണിലെയും ചില ഉദ്യോഗസ്ഥർ റഷ്യയ്ക്കുള്ളിൽ മിസൈലുകൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് അത് യുക്രൈനെയും അമേരിക്കയെയും അമേരിക്കൻ സഖ്യകക്ഷികളെയും ഒരുപോലെ അപകടത്തിലാക്കുമെന്ന് വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർ ഭയപ്പെട്ടതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ പുതിന്റെ പുതിയ കളികളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്ത് തന്നെയായാലും അത് കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.